ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. 2 ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. ഷോർട്ട് ഞാൻ കുറച്ചായിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നിനും പറ്റുന്നില്ല എനിക്ക്. അതാണ് മെയിൻ വിഷയം. ഭയങ്കര ക്ഷീണമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പം വ്ളോഗൊക്കെ വളരെ കുറച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രാവിലെ ഇന്നിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ്. അപ്പോൾ ദേ ഞാൻ രാവിലെ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ ഒന്ന് തീർത്തെടുത്തിട്ടുണ്ട്. രാവിലെ കാപ്പി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ, മോക്കും വാപ്പാക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ ദേ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും അതുപോലെ കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ദോശ ദേ ഇവിടെ കലക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് വാപ്പാക്ക് ഇൻസുലിൻ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രാവിലെ വാപ്പ ലാബിലോട്ട് പോയിട്ടുണ്ട്. ബ്ലഡൊക്കെ കൊടുത്ത് അതിൻ്റെ റിസൾട്ട് ഞാൻ ചെന്നതിന് ശേഷം വാങ്ങിച്ച് ഡോക്ടറെ കാണിച്ച് ഒപ്പിട്ട് മരുന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പം വാപ്പ ലാബിലൊക്കെ പോയിട്ട് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേ ചുട്ടുള്ളൂ, ബാക്കി ഞാനങ്ങ് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങ് 2 പേരല്ലേ ഉള്ളൂ ഇവിടെ നോമ്പില്ലാതെ. അപ്പോൾ 2 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് ചുട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുസല്ലയും അതുപോലെ നമസ്കാര കുപ്പായം ഒക്കെ ഞാൻ കഴുകാനായിട്ട് പൊടി മുക്കി വെച്ചിട്ടാണ് കേട്ടോ നേരെ അടുക്കളയിലോട്ട് വന്നത്. ഇന്നിപ്പോൾ എന്തായാലും കഴുകിയിട്ട് പോകാൻ നേരമില്ല. രാവിലെ ടോക്കണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാം. 9 മണിയൊക്കെ ആകുമ്പോൾ ഡോക്ടർ വരുമല്ലോ. അപ്പോൾ അവിടെ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ പറഞ്ഞിട്ടാണ് ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് നമുക്ക് ടോക്കൺ എടുക്കാൻ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ കൊച്ചിന് കാപ്പി കൊടുക്കാൻ പോകും. അപ്പോൾ കൊച്ചും കൂടെ എൻ്റെ കൂടെ വരുവാന്ന് പറഞ്ഞ്, പാത്തും കൂടെ എൻ്റെ കൂടെ വരുവാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തു. എന്നിട്ട് നേരെ ഞങ്ങളങ്ങ് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലാബിൽ പോയപ്പോൾ കുറച്ച് താമസം വന്നു. ലാബിൽ റിസൾട്ട് അവിടെ ആളില്ലായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ റിസൾട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആളില്ലായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ കിട്ടി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു. മരുന്നൊക്കെ കിട്ടിയതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്തത് കേട്ടോ. കുഞ്ഞൊരു വീഡിയോയാണ്, ഒരു മിനി വ്ലോഗ് പോലെയുള്ള കേട്ടോ. ഒരു 6 മിനിറ്റൊക്കെ ഉള്ളൂ, ഒരു 7 മിനിറ്റ് ഇല്ല, തികച്ചില്ല. അപ്പോൾ ഉള്ളത് ഞാനങ്ങ് എഡിറ്റ് ചെയ്തിടാണ് കേട്ടോ. പഴയ കുറേ വീഡിയോസ് കിടപ്പുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരും. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും ഇരിക്കാത്തത് കേട്ടോ. പിന്നെ അധിക സമയം നമുക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാനും പറ്റത്തില്ല. നോമ്പാണ്, നമുക്ക് ഖുർആൻ ഓതാനും ഒക്കെ ആയിട്ട് കാണും. അപ്പോൾ വീഡിയോ എടുപ്പും ജോലിയും എല്ലാം കൂടെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഒന്നാമത് നല്ല ചൂടും വെയിലും ഒക്കെ ആയിട്ടിരിക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷം അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ടു. അനിയത്തി കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് അവളവിടെ കോരുന്നത്. ഞാൻ വന്ന ഉടനെ തന്നെ എൻ്റെ നമസ്കാര കുപ്പായവും മുസല്ലായും ഒക്കെ ഒന്ന് കഴുകി. നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ ലോഹറിന് മുന്നേ ഇത് ഉണങ്ങി കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കഴുകി വിരിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ ഞാനത് കൊണ്ടുവന്ന് എൻ്റെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. ചെടിയെല്ലാം പോയി കേട്ടോ, എല്ലാം നാശമായി പോയി. ഇനിയിപ്പോൾ അത് പ്രതീക്ഷിക്കേണ്ട. എൻ്റെ ചെടികളെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയതെല്ലാം പോയി, എല്ലാം വാടിക്കൊഴിഞ്ഞു പോയി. കുറേയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അധികം നല്ല വെയിലടിച്ച് പെട്ടെന്ന് പനലാവുന്ന ചെടികളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സോപ്പ് വെള്ളമല്ല കേട്ടോ, 1-2 വെള്ളം കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ബാലൻ, അതെടുത്ത് ഞാൻ അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് കാണാൻ ബാക്കിയുണ്ടെന്ന് തോന്നി. ഒരുപാട് നമ്മൾ സ്ഥിരം കാണുന്ന വ്യൂവേഴ്സൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. കമൻ്റ് ഒന്നും കാണുന്നില്ല, ഷോർട്സ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം റെക്കമെൻഡിൽ വരാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. കൂടുതൽ ആളുകൾ ഇതിൽ കണ്ടിട്ടില്ല വീഡിയോ. അപ്പോൾ റെക്കമെൻഡിൽ പോവാഞ്ഞത് കൊണ്ടാണോ വീഡിയോ കാണാഞ്ഞത് എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും വീഡിയോ കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, പഴയ വീഡിയോയും ഇപ്പം നമ്മളിടുന്ന വീഡിയോയും. അങ്ങനെ ഞാൻ തുണിയൊക്കെ കഴുകി വിരിച്ചതിന് ശേഷം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടി കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തോരൻ വെക്കാൻ വേണ്ടി വൺപയർ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പാറിന് വേണ്ടി കുറച്ച് പരിപ്പും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോകട്ടോ ആദ്യം. അപ്പോൾ സാധാരണ സാമ്പാർ വെക്കുന്ന ആ ഒരു പച്ചക്കറികളൊന്നും ഇല്ല. അതുകൊണ്ട് ഉള്ള പച്ചക്കറി ഇട്ടിട്ട് തട്ടിക്കൂട്ടി വെക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കണം. അതുപോലെ പയറ് തോരനും പപ്പടവും, പപ്പടം തലേന്ന് പൊരിച്ചതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കൊച്ചിനൊക്കെ ചോറ് കൊടുക്കേണ്ടത്. അപ്പോഴത്തേക്കും ഞാൻ സാമ്പാറിനുള്ളത് അടുപ്പിലോട്ട് വെച്ചിട്ട് തേങ്ങ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കാൻ പോവാണ് കേട്ടോ. ലേശം മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തത് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ കൊച്ചുള്ളിയും ഉപ്പും ഒരു ശകലം പുളിയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ അരയ്ക്കുന്നത് ഇവിടെ വാപ്പാക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയും അതുപോലെ വഴുതനങ്ങയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതങ്ങ് വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ അതേ പയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പയറും വെന്ത് കിട്ടി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് സാമ്പാറിലേക്ക് താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സാമ്പാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാത്തുവിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്ത് പൊരിക്കാനായിട്ട് തുടങ്ങിയതാട്ടോ. അപ്പോൾ ഇതിൽ ഉള്ളി ഇട്ട് ഇങ്ങനെ പച്ചയ്ക്ക് ഉള്ളി അരിഞ്ഞിട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കും, അതിനുശേഷം മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കും. അങ്ങനെ ആട്ടോ പൊരിച്ചെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊരിക്കാൻ ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂത്ത് പോയി, അതാണ് അങ്ങനെ കിടക്കുന്നത് കേട്ടോ, കരിഞ്ഞു പോയി. അപ്പോൾ ഇതേ മുട്ടയൊക്കെ പൊരിച്ചു. അതുപോലെ പയർ തോരനും ഇന്നലത്തെ പപ്പടത്തിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ആക്കിയിട്ട് കൊച്ചിന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റ, ബൈ.